കുട്ടികളെ നമുക്ക് തിങ്കളാഴ്ച 16-ാം തീയതി നടക്കുന്ന 9ാം ക്ലാസ്സിലെ മാത്സ് എക്സാമുമായി ബന്ധപ്പെട്ട ഒരു റിവിഷൻ ക്ലാസ്സാണിത്. ഏകദേശം മുഴുവൻ പാഠഭാഗങ്ങളും ടീച്ചർ ഒറ്റ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നന്നായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നന്നായി ചെയ്ത് നോക്കിയിട്ട് പോവാം. നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാവിധ ഹെൽപ്പും ടീച്ചർ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ചെയ്തു തരാം. അപ്പോൾ ഏകദേശം 1 മുതൽ 4, 5 വരെ ചാപ്റ്ററിലുള്ളതിനകത്തുനിന്ന് 1-2 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. 6 സിമിലർ ട്രയാങ്കിൾസ്, 7 നെഗറ്റീവ് നമ്പേഴ്സ്, അതിനുശേഷം വൃത്തങ്ങളുടെ അളവുകൾ എന്ന ചാപ്റ്റർ, രേഖീയ സംഖ്യകൾ, ബഹുപദങ്ങൾ, വൃത്തഭാഗങ്ങൾ, ഇങ്ങനെ 11 ചാപ്റ്റർ വരെയുള്ള ടോപ്പിക്കിൽ നിന്നാണ് നമുക്ക് ഈ പ്രാവശ്യം ക്രിസ്മസ് എക്സാമിന് ചോദ്യങ്ങൾ ഉണ്ടാവുക. എല്ലാ പാഠഭാഗങ്ങളും ടീച്ചർ വേഗം ഒന്ന് കയറി ഇറങ്ങിപ്പോകാം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ആദ്യ ഭാഗത്ത് നിന്ന് ഓരോരോ ചോദ്യങ്ങൾ ചെയ്തു പോകാം. 2 സംഖ്യകളുടെ തുക 102, അവയുടെ വ്യത്യാസം 80 ആയാൽ സംഖ്യകൾ ഏവ? സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 102, ദ ഡിഫറൻസ് ഈസ് 80, ദെൻ വാട്ട് ആർ ദ നമ്പേഴ്സ്? അപ്പോൾ 2 സംഖ്യകളും നമുക്ക് അൺനോൺ ആണ്. അൺനോൺ വരുമ്പോൾ നമ്മൾ വേരിയബിൾസ് നമുക്ക് ഉപയോഗിക്കാം അല്ലേ? വേരിയബിൾസ് ഉപയോഗിക്കുക. ഒരു നമ്പറിനെ എക്സ് ആയിട്ടും മറ്റേ നമ്പറിന് വൈ ആയിട്ടും കൺസിഡർ ചെയ്യുക. എക്സ് പ്ലസ് വൈ രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 102 ആണ്. ദെൻ ദ ഡിഫറൻസ് എന്താണ്? അവയുടെ ഡിഫറൻസ് എക്സ് മൈനസ് y ഈസ് ഈക്വൽ ടു 80. ഇനി നമുക്ക് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയും കേട്ടോ. എലിമിനേഷൻ മെത്തേഡ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉണ്ട്, പല മെത്തേഡുണ്ട്. നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളത് ഇതിൽ ഒരാളെ ക്യാൻസൽ ആക്കുക. അപ്പോൾ ഇത് പ്ലസും മൈനസും ഒരേ സംഖ്യകൾ വന്നാൽ നമുക്ക് മൈനസ് ചെയ്താൽ എന്ത് സംഭവിക്കും? അത് ക്യാൻസലായി പോവും. അപ്പം നമുക്ക് ഇതിനെ പ്ലസും മൈനസും ഒരേ സംഖ്യ നമുക്ക് ആഡ് ചെയ്താൽ അത് എന്തായി പോവും? 0 ആയി പോവും. അപ്പോൾ ഇത് ആഡ് ചെയ്താൽ എക്സ് പ്ലസ് എക്സ് 2x ഇസ് ഈക്വൽ ടു പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസൽ ആവും. സോ 102 പ്ലസ് 80 എന്ന് വെച്ചാൽ 182. എക്സ് ഇസ് ഈക്വൽ ടു 182 ഡിവൈഡഡ് ബൈ 2. ആൻസർ ഈസ് 91. അപ്പോൾ എക്സ് എന്ന് പറയുന്ന നമ്പർ 91. അപ്പോൾ ഈ നമ്പർ 91 ആണെങ്കിൽ 91 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 102. അപ്പം അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? വൈ ഇസ് ഈക്വൽ ടു 102ൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഈ 91 മൈനസ് ചെയ്താൽ മതിയല്ലോ. സോ വൈ ഈസ് ഈക്വൽ ടു 102 മൈനസ് 91, ദാറ്റ് ഈസ് ഈക്വൽ ടു 11. അപ്പോൾ എക്സും വൈയും നമുക്ക് കിട്ടി. ഒരാൾ 91ഉം അടുത്ത ആൾ 11ഉമാണ്. മനസ്സിലായല്ലോ? ഇവിടെ ഒരു ചോദ്യം കൊടുത്തിരിക്കുന്നത് ദ ഹൈപ്പോട്ടനസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1/2. ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഒരു മട്ട ത്രികോണത്തിൻ്റെ കർണത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 1/2 മീറ്റർ ആണ്. ആൻഡ് വൺ ഓഫ് ദ അതർ സൈഡ് ഈസ് 1/2 മീറ്റർ. ഇതിലേതെങ്കിലും ഒരു സൈഡ്, നമുക്ക് രണ്ടും അൺനോൺ ആണ്, അതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ലെങ്ത് 1/2 മീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഇറ്റ്സ് പെരിമീറ്റർ അപ് ടു 1 ഡെസിമൽ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുക, ഇത് ഹൈപ്പോട്ടനൂസും ഇത് ഓൾട്ടിറ്റ്യൂഡും ആണല്ലോ. നമുക്ക് ബേസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ പൈത്തഗോറസ് തിയറം നമുക്ക് ഉപയോഗിച്ചാൽ പാദവർഗം എന്ന് പറയുന്നത് കർണവർഗം പാദവർഗം എന്ന് പറയുന്നത് കർണത്തിൻ്റെ വർഗത്തിൽ നിന്ന് ലംബത്തിൻ്റെ വർഗം കുറച്ചാൽ മതി. ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടനൂസിൻ്റെ സ്ക്വയർ 1/2 സ്ക്വയർ മൈനസ് 1/2 സ്ക്വയർ. ഇതെങ്ങനെ നമുക്ക് ചെയ്താന്ന് നോക്കിയാൽ, ഇത് ആദ്യം ഈ മിക്സഡ് ഫ്രാക്ഷനാക്കുക. 1 2 2 + 1 3/2 സ്ക്വയർ മൈനസ് 1/2 സ്ക്വയർ. എങ്ങനെയാണ് ഒരു ഫ്രാക്ഷൻ്റെ സ്ക്വയർ എടുക്കുന്നതെന്ന് അറിയാമോ? ന്യൂമറേറ്ററിൻ്റെ എടുക്കണം, ഡിനോമിനേറ്ററിൻ്റെ സെപ്പറേറ്റ് എടുക്കണം. 3യുടെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ, ഇവിടെ 1ൻ്റെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ. അപ്പം 9/4 മൈനസ് 1/4. സെയിം ഡിനോമിനേറ്റർ വന്ന് ഈസിയാണ് നമുക്ക് ഡിവിഷൻ. സബ്ട്രാക്ഷൻ. സോ ആൻസർ ഈസ് 8/4. 8/4 മീൻസ് 2 എന്ന് കിട്ടും. അപ്പോൾ ബേസിൻ്റെ സ്ക്വയർ ആണ് എന്ത്? ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ ബേസ് ഈക്വൽ ടു √2 ആണ്. അപ്പോൾ √2 അപ് ടു എ ഡെസിമൽ പോയിൻ്റ്. അപ്പോൾ 1.4 എന്ന് മാത്രം എഴുതിയാൽ മതി. 2 ഡെസിമൽ പോയിൻ്റ് ആണെങ്കിൽ 1.4. √2ൻ്റെ വാല്യൂ ബൈ ഹാർട്ട് പഠിച്ചേക്കണം. അതുപോലെ √3യുടെ വാല്യൂ 1.73 ആണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ കാണാതെ പഠിച്ച് വെക്കേണ്ട വാല്യൂസുകളാണ് കേട്ടോ. അടുത്തൊരു ചോദ്യം, ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ജസ്റ്റ് ആഫ്റ്റർ 2 നമ്പേഴ്സ് ഈസ് 525 ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ജസ്റ്റ് ബിഫോർ ഈസ് 427. അപ്പം നമ്പേഴ്സിനെ നമ്മൾ എക്സ് ആൻഡ് വൈ എന്ന് എടുക്കുക. അപ്പം എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 525. ഇനി ബിഫോർ ദ പ്രോഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് ജസ്റ്റ് ബിഫോർ ഈസ് 427. അപ്പം ഇത് തൊട്ട് പുറകിലുള്ള സംഖ്യ നമ്മൾ എക്സ് മൈനസ് 1 ഇൻറ്റു
y minus 1 equal to 437. ദെൻ വാട്ട് ആർ ദ നമ്പേഴ്സ്? ഈ എക്സും വൈയും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതൊക്കെ സോൾവ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റ് പൊട്ടിക്കൽ പ്രോസസ്സ് നടത്തണമല്ലോ. അപ്പോൾ എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ പ്ലസ് 1x പ്ലസ് 1 ഇങ്ങനെ എക്സ് ഇൻറ്റു വൈ 1 എക്സ് ഇൻറ്റു 1 1 ഇൻറ്റു വൈ 1 ഇൻറ്റു 1 ഓക്കെ പ്ലസ് 1 ഈക്വൽ ടു 525. അടുത്തത് എക്സ് വൈ മൈനസ് ഓഫ് എക്സ് ഇവിടെ എന്ത് വരും? എക്സ് ഇൻറ്റു -1 മൈനസ് എക്സ് എന്ന് വരും. -1 ഇൻറ്റു വൈ മൈനസ് വൈ എന്ന് വരും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 437 എന്ന് വരും. ഇനി എന്താ വേണ്ടത്? ഈ ഇക്വേഷനെ നമ്മൾ നമ്പർ 1 എന്നും ഇക്വേഷൻ നമ്പർ 2 എന്ന് വിട്ടാൽ ആഡിങ് ദീസ് 2 ഇക്വേഷൻ എന്തിനാണ്? നമ്മൾ മൈനസും പ്ലസും ഉള്ളതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ആയിപ്പോൾ അപ്പോൾ ഇത് രണ്ടും ക്യാൻസലാവും, ഇത് രണ്ടും ക്യാൻസലാവും. ദാറ്റ് ഈസ് എക്സ് വൈ പ്ലസ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2xy പ്ലസ് 2 ഈക്വൽ ടു 962 എന്ന് വരും. ഓക്കെ, ഇവിടെ നമുക്ക് സോൾവ് ചെയ്ത് എക്സ് വൈ ഇസ് ഈക്വൽ ടു 2xy ഇസ് ഈക്വൽ ടു 960 എന്ന് വരും. -2 അങ്ങോട്ട് പോകുമ്പോൾ 960. ദെൻ എക്സ് വൈ ഇസ് ഈക്വൽ ടു 960/2 അതായത് 480. ഇതിനെ നമുക്ക് ഒരു ഇക്വേഷൻ നമ്പർ 1 എന്നല്ല എഴുതി വെക്കാം കേട്ടോ. ഇക്വേഷൻ നമ്പർ 1 എന്ന് വേണ്ട, ഒരു എന്ന് എഴുതി വെക്കാം. ഓക്കെ, നമ്മളിവിടെ ഇക്വേഷൻസ് രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണല്ലോ. അപ്പോൾ ഈ ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ മൈനസ് ചെയ്യായിരുന്നു വിചാരിക്കുക. ഈ ഇക്വേഷൻ ടീച്ചർ ഒന്നുകൂടെ ഇവിടേക്ക് തന്നെ അതുപോലെ എഴുതാമേ. എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 525. അടുത്തത് എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 437. ടീച്ചർ ആഡിന് പകരം മൈനസ് ആയിരുന്നു ചെയ്തതെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. അപ്പോൾ ഇത് ക്യാൻസലായിപ്പോൾ മൈനസ് എക്സും മൈനസ് എക്സ് ഇവിടെ എന്താവും? പ്ലസ് എക്സ് ആവും കേട്ടോ. പ്ലസ് എക്സ് മൈനസ് എക്സ് നോക്കുക. എക്സ് മൈനസ് എക്സ് എന്ന് വരുമ്പോൾ മൈനസ് ഈ മൈനസ് മറിഞ്ഞ് ഇയാളുടെ മണ്ടയിലേക്ക് വീഴുന്നു വിചാരിക്കണം. അപ്പോൾ എക്സ് പ്ലസ് എക്സ് 2x, ഇത് 2y, ഇത് രണ്ടും ക്യാൻസലായി പോകുമല്ലോ. 525 മൈനസ് 437 എന്ത് വരും? 88 എന്ന് വരും. ഈ രണ്ട് ടൈമിൽ ആര് കോമൺ ആണ്? 2 കോമൺ ആണ് കേട്ടോ. അപ്പോൾ 2 പുറത്തെടുത്താൽ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 88. ദെൻ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 88/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 44. അപ്പോൾ ഇവിടെ നോക്കുക, ശ്രദ്ധിച്ചോണം. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 44 എന്നുള്ള ആൾ നമ്മൾ മുമ്പ് ഒരു എഴുതി വെച്ചില്ല പോലെ ഇവിടെ ബി എന്ന് കളക്ട് ചെയ്ത് വെക്കുക. ബാക്കി എല്ലാ ടീച്ചറൊന്നും വായിക്കാം. നമുക്ക് എക്സും വൈയും ആണ് കിട്ടേണ്ടത്. ഓക്കെ, ഇതെല്ലാം വായിച്ചു കളയാം. ഫുള്ള് ടീച്ചർ വായിക്കുന്നു. ഏതിനെയൊക്കെ കളക്ട് ചെയ്ത് വെച്ചു? എക്സ് വൈ ഇസ് ഈക്വൽ ടു 480 എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 44 നമുക്ക് എടുത്തു നോക്കാം. ബാക്കി എല്ലാം വായിച്ചു കളയാം. എന്തിനാണെന്നറിയോ? എക്സും വൈയും കണ്ടെത്താനായിട്ട് നമുക്ക് 8ാം ക്ലാസ്സിലേക്ക് ഇനി പോകണം. 8ൽ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, ഓർമ്മയുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ, പഠിച്ചു വെച്ചോണം. എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 4xy. അതിനകത്ത് നമുക്ക് ഈ രണ്ട് വാല്യൂ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈയുടെ അവിടെ എന്ത് കൊടുക്കാം? 44 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 480. ഓക്കെ, 44ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എത്ര വരും? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 44ൻ്റെ സ്ക്വയർ മൈനസ് 480 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ ഈസ് 16 എന്ന് വരും കേട്ടോ. അത് ഫുള്ള് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. സോ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 16 ആണെങ്കിൽ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 4. അപ്പോൾ നോക്കുക, നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പഠിച്ചിരുന്നു എക്സ് പ്ലസ് വൈ 44 എന്നും എക്സ് മൈനസ് വൈ 4 എന്നും കിട്ടിയാൽ സോൾവ് ചെയ്യാൻ നമുക്കറിയാം അല്ലേ? നോക്കാം. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 44, എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 4. എന്ത് ചെയ്യണം? ആഡ് ചെയ്യുകയോ മൈനസ് ചെയ്യുകയോ ചെയ്ത് നമുക്ക് ക്യാൻസലാക്കാം. മൈനസ് ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ പ്ലസ് ചെയ്യാം, ഇഷ്ടമുള്ളത് ചെയ്യാം. 2x ഈക്വൽ ടു 44 4 48, എക്സ് ഈക്വൽ ടു 24. ഇത് ഒരാൾ നമുക്ക് കിട്ടി, ഒരാൾ. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 44ൽ എക്സ് ഈക്വൽ ടു എത്രയാണ്? 24 കിട്ടിയ 24 നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 24 പ്ലസ് എന്താണ് 44 20. അപ്പോൾ എക്സും വൈയും കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു നമുക്കിവിടെ എഴുതാം എക്സ് ഇസ് ഈക്വൽ ടു 24 ആൻഡ് വൈ ഈക്വൽ ടു 20. അപ്പോൾ ഇങ്ങനെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ഇറാഷണൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനൊക്കെയുള്ള ചാപ്റ്ററാണ്.
√3 ഇൻറ്റു √12. ഇത് രണ്ടും പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പം നമ്മൾ അങ്ങനെയുള്ള മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ റാഷണൽ നമ്പേഴ്സിൽ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ √3 ഇൻറ്റു √12 നമുക്ക് √36 എന്ന് എഴുതാം. √36 എന്ന് വെച്ചാൽ ആൻസർ ഈ 6 വരും കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഈ റൂട്ടുള്ള നമ്പേഴ്സിൻ്റെ ചില കളികളാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് 4, 5, 7 അളവുകളിലുള്ള ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഇത് 4, 5, 7 അളവുകളിലുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √S ഇൻറ്റു S മൈനസ് A, S മൈനസ് B, S മൈനസ് C, വെയർ S ഈസ് ഈക്വൽ ടു സെമി പെരിമീറ്റർ. എന്താണ്? സം ഓഫ് ദ സൈഡ്സ് ആഡ് ചെയ്തിട്ട് ബൈ 2 ചെയ്യുന്നതാണ് S. 4 + 5 + 7, 7 5 12 4 16/2. 5 4 9 1 10 16/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ആണ് എന്ത് S എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷനകത്ത് നമ്മൾ കൊടുത്താൽ എന്ത് വരും? √8 ഇൻറ്റു 8 മൈനസ് A ആരാണ്? 4. അടുത്തത് 8 മൈനസ് 5, അടുത്തത് 8 മൈനസ് 7. ഇത്രേ ഉള്ളൂ ആ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ എന്ത് വരും? 8 ഇൻറ്റു 8 മൈനസ് 4 4 ഇൻറ്റു 8 മൈനസ് 5 3 ഇൻറ്റു 8 മൈനസ് 7 1. ഒരിക്കലും നമ്മളിത് ഫുള്ളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യരുത് കേട്ടോ. മൾട്ടിപ്ലൈ ചെയ്തത് ഒരു വലിയ ആൻസറായിട്ട് മാറും. അപ്പോൾ നമുക്ക് റൂട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 8നെ എങ്ങനെ മാറ്റണമെന്നറിയോ? 8നെ വേണമെങ്കിൽ നമുക്ക് മാറ്റി എഴുതാം. 8നെ 2 ഇൻറ്റു 4 എന്നും, ഈ 4 അങ്ങനെ തന്നെ കിടക്കട്ടെ, ഇൻറ്റു 3നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. 3 ഇൻറ്റു 1 1 ഇതിലായാലും കുഴപ്പമൊന്നുമില്ല. സോ ഇതെന്ത് വന്നു? 2 4. ഇതൊരു കിണറാണെന്ന് വിചാരിക്കുക. 2 പേര് ജോഡിയായിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ ഈ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. അങ്ങനെ വിചാരിക്കണം. അപ്പോൾ 4 4 ആർ 16, √4 ആണല്ലോ. അപ്പോൾ നമുക്ക് റൂട്ടിന് പുറത്തേക്ക് വന്നത്. ബാക്കി 2നും 3ക്കും റൂട്ട് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? 2 ഇൻറ്റു 3 √6 എന്ന് എഴുതിയിരിക്കുക. 4√6 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ചോദ്യം കൊടുത്തിരിക്കുന്നത് ആംഗിൾ ഓഫ് ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR ആർ ഈക്വൽ. അതായത് ആംഗിൾ എക്ക് ഈക്വലാണ് ആംഗിൾ P, ആംഗിൾ ബിക്ക് ഈക്വലാണ് ആംഗിൾ Q, ആംഗിൾ സിക്ക് ഈക്വലാണ് ആംഗിൾ R. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക പറയാം, നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസ് എന്താണ്? സിമിലറാണ്. പിന്നെ അവരെന്ത് തന്നിട്ടുണ്ട്? ഇഫ് എ, ഒന്നാമത്തെ കണ്ടീഷൻ, ഇഫ് AB ബൈ PQ ഇസ് ഈക്വൽ ടു 1/3. AB ഇതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ 1ഉം PQവിൻ്റെ 3ഉമാണെങ്കിൽ വാട്ട് ഈസ് AC ബൈ PR? ഈ ACയുടെയും PR-ൻ്റെയും സൈഡ്സിൻ്റെ റേഷ്യോയും എന്ത് തന്നെയായിരിക്കും? സിമിലർ ട്രയാങ്കിൾ ആണല്ലോ. അതുകൊണ്ട് തന്നെ എന്ത് വരും? 1/3 തന്നെയാണ്. എന്താണ് നമുക്കറിയാം? എന്തെന്ന് എഴുതാൻ നമുക്ക്? AC ബൈ PR-ൻ്റെ റേഷ്യോ ഈസ് ഓൾസോ 1/3. അതിൻ്റെ ഓപ്ഷൻ ബി ഇതാണ്. ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന്, ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ PQR? PQRൻ്റെ പെരിമീറ്റർ. അപ്പോൾ സൈഡ്സിൻ്റെ റേഷ്യോ ഉണ്ട് 1:3 എല്ലാ സൈഡ്സും 1:3 ആണെങ്കിൽ ഇത് പെരിമീറ്റർ ഈസ് 10 ആണെങ്കിൽ 10ൻ്റെ 3 മടങ്ങ്, 10 എന്ത് വരണം? 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 30 സെൻറ്റിമീറ്റർ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് സർക്കിൾസ് എന്നുള്ള ചാപ്റ്ററാണ്. ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് സർക്കംഫറൻസ് ആൻഡ് ഏരിയ ഓഫ് സർക്കിളാണ് കേട്ടോ. സർക്കംഫറൻസ് എന്ന് വെച്ചാൽ ചുറ്റളവും ദെൻ പരപ്പളവും, വൃത്തത്തിൻ്റെ പരപ്പളവ്. ഇപ്പോൾ ഓർത്തുള്ളൂ, ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2 ഇൻറ്റു പൈ ഇൻറ്റു R, 2πr ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, റേഡിയസിൻ്റെ, അല്ലെങ്കിൽ ഇങ്ങനെ വേണം നമുക്ക് പറയാം, dπ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. 2r എന്ന് വെച്ചാൽ d ആണല്ലോ. അപ്പോൾ dπ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്ററോ ക്യാപിറ്റൽ ലെറ്ററോ നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുത്തോ. dπ എന്ന് പറഞ്ഞാലും എന്താണ്? സർക്കിളിൻ്റെ ചുറ്റളവാണ്. 2πr നമ്മൾ യൂഷ്വലി 2πr റേഡിയസ് കണ്ടുപിടിച്ച 2 ഇൻറ്റു പൈ ഇൻറ്റു R എന്നുള്ള ഇക്വേഷനിൽ കൊടുത്താൽ മതിയോ. ഇനി ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു R സ്ക്വയർ. പൈ ഇൻറ്റു R സ്ക്വയർ ആണ് ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. രണ്ടും ബൈ ഹാർട്ട് പഠിച്ചില്ലെങ്കിൽ
ഒരുപാട് ബുദ്ധിമുട്ട് നമ്മൾ 10th ചെല്ലുമ്പോൾ കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് ഇത് പഠിച്ചിട്ട് വേണം പോകാൻ. ഇത് 2πr 2 ഇൻറ്റു പൈ ഇൻറ്റു ആറിന് നമുക്ക് 2πr ഷോർട്ട് കട്ടായിട്ടൊക്കെ എഴുതാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇത് 2 ഇൻറ്റു പൈ ഇൻറ്റു ആർ ദാറ്റ് ഈസ് പൈ ഇൻറ്റു ആർ സ്ക്വയർ, അതായത് പൈ ആർ സ്ക്വയറിന് ഷോർട്ടാക്കി എഴുതാം. അപ്പോൾ അതിൻ്റെ ഒരു ചോദ്യം നമുക്ക് ചെയ്യാം. ചോദ്യം ഇതാണ് ടീച്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഒരു സർക്കിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് എ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ? സർക്കിളിൻ്റെ വ്യാസം എന്ന് വെച്ചാൽ സെൻറ്ററിൽ കൂടി കടന്നു പോകുന്ന, ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടി കടന്നു പോകുന്ന ലൈൻ സെഗ്മെൻ്റ് ആണല്ലോ വ്യാസം, ഡയമീറ്റർ. അപ്പോൾ ഡയമീറ്റർ കണ്ടുപിടിക്കുക. ഇത് 4 ആണ്, ഇത് 3 ആണ്. ഇത് പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ് കേട്ടോ. പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ 3ഉം 4ഉം വന്ന അടുത്ത് എന്താണെന്ന് നമുക്ക് ചെയ്ത് നോക്കാതെ തന്നെ അറിയാം. എന്താണ്? 5 ആണെന്നറിയാം. എങ്ങനെ എളുപ്പമല്ലേ 5 എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്താൽ മതി? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ദാറ്റ് ഈസ് 3 സ്ക്വയർ 9 പ്ലസ് 4 സ്ക്വയർ 16 ദാറ്റ് ഈസ് ഇക്വൽ ടു 25. 25ൻ്റെ റൂട്ടായ 5 ആണ് എന്ത്? ഇനി നമ്മൾ ഇവിടെ ഇപ്പം നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? ഇവിടെ നമ്മൾ പൈ ഡി എന്നുള്ള ഇക്വേഷൻ, അല്ലെങ്കിൽ ഇതിന് പകുതി 2.5 ആക്കിയിട്ട് പിന്നെ 2 ഇൻറ്റു 2.5 ഇൻറ്റു പൈ എന്നൊക്കെ ചെയ്യുന്നതിൽ എളുപ്പം നമുക്ക് എന്താ 5 പൈ ആണ് എന്താ ഇതിൻ്റെ ആൻസർ കേട്ടോ. ഏത്? സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒന്നുകൂടെ ടീച്ചർ എഴുതിയേക്കാം. 2 ഇൻറ്റു പൈ ഇൻറ്റു ആറാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ പൈ ഡി എന്നുള്ള ഇക്വേഷൻ മറന്നുപോയെങ്കിൽ ഡി എന്ന് പറയുന്ന 5ൻ്റെ പകുതി 2.5 ആണല്ലോ. അപ്പോൾ 2 ഇൻറ്റു പൈ ഇൻറ്റു 2.5. 2.5 ഇൻറ്റു 2 എന്ന് വെച്ചാൽ 5 തന്നെയല്ലേ. അപ്പോൾ പൈ ഡി എന്ന് എഴുതിയാലും എന്ത് തന്നെയാണ്? ചുറ്റളവാണ്, വൃത്തത്തിൻ്റെ ചുറ്റളവ്. ക്ലിയർ അല്ലേ? ഇവിടെ ഒരു ചോദ്യമുണ്ട്. 3 സർക്കിൾസ് ഹാവിങ് ദ റേഡിയസ് ഇൻ ദ റേഷ്യോ 1:2:3. 3 സർക്കിൾസ് സെയിം സെൻറ്ററിലാണ്. ഇവിടെ ഒരു സർക്കിൾ, ദെൻ ഇവിടെ ഒരു സർക്കിൾ. 3 സർക്കിൾസ് സെയിം സെൻറ്ററിൽ നമ്മൾ വരച്ചിരിക്കുക. അപ്പോൾ അവയെ റേഡിയസ് തമ്മിലുള്ള റേഷ്യോസ് എന്താ? ഇത് 1x ആണ്, ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 2x ആണ്, ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 3x ആണ്. റേഷ്യോസ് നമ്മൾ ഇനി ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താണെന്നറിയോ? ഡയമീറ്റേഴ്സ് തമ്മിലുള്ള റേഷ്യോ. വാട്ട് ഈസ് റേഷ്യോ ഓഫ്? അപ്പം ഡയമീറ്റേഴ്സ് തമ്മിലുള്ള റേഷ്യോ എടുക്കുമ്പോഴും എന്ത് തന്നെയാണ്? 1:2:3 എന്ന് തന്നെയല്ലേ വരുള്ളൂ. നോക്കാം ടീച്ചർ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതെന്താ? 1x പ്ലസ് 1x 2x ഈസ് ടു 2x പ്ലസ് 2x എന്ത് വരും? 4x ഈസ് ടു 3x പ്ലസ് 3x എന്ത് വരും? 6x. ഇതെല്ലാം എക്സും എല്ലാം കട്ടായി ഇത് 2 വെച്ച് കട്ട് ചെയ്താൽ 1:2:3 1:2:3 തന്നെ വരും കേട്ടോ, ഡയമീറ്റേഴ്സിൻ്റെ റേഷ്യോ. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, അടുത്ത ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇഫ് ദ സർക്കംഫറൻസ് ഓഫ് ദ മിഡിൽ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, മിഡിൽ സർക്കിളിൻ്റെ സർക്കംഫറൻസ്, അതായത് 2 ഇൻറ്റു പൈ ഇൻറ്റു ആർ ഈക്വൽ ടു 12. അതിൻ്റെ സർക്കംഫറൻസ് 12. അപ്പം നമുക്കിവിടെ 6 എന്ന് പറയുന്നത് എന്താണ് നമ്മൾ റേഷ്യോ ആയിട്ട് എടുത്തിരിക്കുന്നത്? 2x എന്ന്. അപ്പം 2 ഇൻറ്റു പൈ ഇൻറ്റു ആറിൻ്റെ അവിടെ നമ്മൾ എന്ത് കൊടുത്തു? 2x ഈക്വൽ ടു 12. അപ്പം 2 2s are 4 പൈ x ഈക്വൽ ടു 12. സോ ഹിയർ x ഈക്വൽ ടു 12/4 പൈ. കട്ടാകുമ്പോൾ എന്ത് വരും? 3/π. എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ റേഷ്യോ, ഓരോന്നിൻ്റെ റേഷ്യോ എത്രയാണ്? 3/π ആണ് റേഷ്യോ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സർക്കംഫറൻസ് ഓഫ് ദ ലാർജർ സർക്കിൾ? അപ്പോൾ ലാർജർ സർക്കിൾ നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഇക്വേഷനിൽ എന്ത് ചെയ്താൽ മതി? 2πr ഈക്വൽ ടു 2 ഇൻറ്റു പൈ ഇൻറ്റു ആർ എന്ത് വരും നമുക്ക്? ആർ എന്ന് പറയുന്നത് ഇവിടെ ലാർജർ സർക്കിളിൻ്റെ 3x ആ. എക്സിൻ്റെ അവിടെ നമ്മൾ എന്ത് വാല്യൂ കൊടുക്കണം? x ഈസ് ഈക്വൽ ടു 3/π അല്ലേ. സോ 2 ഇൻറ്റു പൈ ഇൻറ്റു 3 ഇൻറ്റു 3/π. അപ്പോൾ ഇതായി പൈയും കട്ടായി പോകും. ബാക്കി 3 3s are 9 2s are 18 സെൻറ്റിമീറ്റർ ആണ് ലാർജർ സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അവയുടെ ഏരിയാസിൻ്റെ റേഷ്യോ ചോദിച്ചിട്ടുണ്ട്. അതായത് πr സ്ക്വയർ ഈസ് ടു πr സ്ക്വയർ ഈസ് ടു πr സ്ക്വയർ. അതാണല്ലോ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസോ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസോ. ആറിൻ്റെ അവിടെ ഫസ്റ്റിൻ്റെ ആ റേഡിയസിൻ്റെ അവിടെ നമ്മൾ എന്ത് 1x ആണല്ലോ, ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 1x, ദാറ്റ് മീൻസ് x സ്ക്വയർ ഈസ് ടു പൈ ഇൻറ്റു അടുത്ത എന്താണ് 2x സ്ക്വയർ ഈസ് ടു പൈ ഇൻറ്റു 3x സ്ക്വയർ. ഇങ്ങനെ കേട്ടോ സ്ക്വയർ വരേണ്ടത്, അത് മാറിപ്പോലെ. സോ ഇവിടെ എന്ത് വരും?
pi x square is to 4 pi x square is to pi into 9x square. അപ്പോൾ എന്ത് ചെയ്യാം, പൈ എല്ലാതെയും കട്ട് ചെയ്ത് കളയാം. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഈസ് ടു 4x square ഈസ് ടു 9x square. അതിനകത്ത് എക്സ് സ്ക്വയറും എല്ലായിടത്തും സെയിം അല്ലേ, അതും കട്ട് ചെയ്താൽ എന്ത് വരും, നമുക്ക് 1:4:9 വരും. ഓക്കെ, അത് നമുക്ക് ഇവിടുന്ന് ഒന്നുകൂടെ ടീച്ചറെ ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് നമുക്ക് ഡൗട്ടില്ലാതാക്കി തരാം. അതായത് ഇവിടെ എക്സ് പൈ ആദ്യം സെയിം ആയിട്ടുള്ളത് കട്ട് ചെയ്തേക്കാം. ഇത് എന്താണ് എക്സ് സ്ക്വയർ, ഇത് 2x ഹോൾ സ്ക്വയർ, ഇത് 3x ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് എക്സ് സ്ക്വയർ ഈസ് ടു 4x സ്ക്വയർ ഈസ് ടു 9x സ്ക്വയർ. എല്ലാത്തിനെയും എക്സ് സ്ക്വയർ കട്ട് ചെയ്തു. റിമൈനിങ് 1:4:9. ഓക്കെ, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ കൊടുത്തിട്ടുണ്ട്. റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് 12 cm എന്നും വിഡ്ത്ത് 6 cm എന്നും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ 4 സെമി സർക്കിൾ കൊടുത്തിട്ടുണ്ട്. സെമി സർക്കിളിൻ്റെ റേഡിയസ് 1 cm, എല്ലാം 1 cm വെച്ചിട്ടുള്ള ഒരു സെമി സർക്കിൾ ഇവിടെ എല്ലായിടത്തും വരച്ചിട്ടുണ്ട്. അപ്പം സെമി സർക്കിൾ അല്ല, സർക്കിളിൻ്റെ ഒരു പാർട്ട് 1 cm റേഡിയസ് ആണേ. അപ്പോൾ എന്തായാലും ഈ 2 സർക്കിളിൻ്റെ ഈ 2 പാർട്ട് ചേർത്താൽ നമുക്കൊരു സെമി സർക്കിൾ കിട്ടും. ഈ 2 പാർട്ട് ചേർത്താൽ അടുത്തൊരു സെമി സർക്കിൾ ചേർത്ത് ഒരു ഫുൾ സർക്കിളാണല്ലോ ഇത്. ഈ 4 എണ്ണം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു, ടീച്ചറുടെ വര കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത, ഒരു കാൽഭാഗമായിട്ടുള്ള 4 എണ്ണമാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഫുൾ സർക്കിൾ കിട്ടും. ഇതിൻ്റെ റേഡിയസ് എത്രയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, 1 cm. ദെൻ വാട്ട് ഈസ് എ ടോട്ടൽ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ, പൈ r സ്ക്വയർ ആണല്ലോ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സർക്കിളിൻ്റെ. അപ്പോൾ ഇവിടെ r എന്ന് പറയുന്നത് 1 അല്ലേ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്നത് പൈ cm സ്ക്വയർ എന്ന് വരും കേട്ടോ. ഫസ്റ്റ് r എന്ന് വെച്ചാൽ 1 ആണല്ലോ, 1ൻ്റെ സ്ക്വയർ 1 തന്നെ. സോ പൈ cm സ്ക്വയർ ആണ് ഓപ്ഷൻ എയുടെ വാട്ട് ഈസ് എ ടോട്ടൽ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ എന്ന് ചോദിച്ചാലുള്ള ആൻസർ. രണ്ടാമത്തെ ചോദ്യം, ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ. ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ 12 × 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 72 cm സ്ക്വയർ ആണ്. ഇനി ഓപ്ഷൻ സി എന്താണെന്ന് ചോദിച്ചാൽ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ അൺഷെയ്ഡഡ് പാർട്ട്. ഈ അൺഷെയ്ഡഡ് പാർട്ട് ഈ ഒരു ഫിഗറിൻ്റെ ഷേപ്പ് കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടി കിട്ടത്തില്ല. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഈ രൂപത്തിൻ്റെ ഇക്വേഷൻ ഉണ്ടോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ഈ ഒരു സർക്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ മതിയല്ലോ, അത്രേ ഉള്ളൂ. ജസ്റ്റ് 72 - പൈ cm സ്ക്വയർ, 72 - പൈ cm സ്ക്വയർ ആണ് എന്ത് ഏരിയ ഓഫ് ദ അൺഷെയ്ഡഡ് പോർഷൻ. അടുത്തത് പോളിനോമിയലിലെ ഒരു ചോദ്യമാണ്. P of x equal to ax square plus bx plus c, Q of x equal to ax plus b are the polynomial. Then P of 0 equal to 1. P of 0 equal to 1 എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം നമ്മൾ, P of 0 equal to 1-നകത്ത് ax square plus bx plus c-യിൽ എന്ത് ചെയ്യണം, എക്സിനും എല്ലാം നമ്മൾ എന്ത് കൊടുക്കണം, 0 കൊടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു a × 0, 0യുടെ സ്ക്വയർ 0 തന്നെ, b × 0 പ്ലസ് c is equal to 1. ഈ 1 എവിടെ നിന്ന് വന്നാൽ P of 0 equal to 1 ഈ equal to 1 ആണ് കേട്ടോ, equal to 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെന്തായി, a × 0 0. സോ ഹിയർ c is equal to 1 എന്നുള്ള ആൻസർ കിട്ടും. ഫൈൻഡ് b ആൻഡ് c. അപ്പോൾ c is equal to നമുക്ക് 1 കിട്ടി. അടുത്തതോ രണ്ടാമത്തെ ഇക്വേഷന് കൊടുത്തു നോക്കാം. അതായത് Q of 0 equal to 1. അപ്പോൾ എന്ത് ചെയ്യണം, Q of 0 equal to 1-ൽ എന്ത് ചെയ്യണം, a × 0 പ്ലസ് b equal to 1. അതായത് Q of x 0 ആയി. അപ്പോൾ Q of 0 is equal to 1. ആ 1 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 0 ആയി. ഇപ്പോൾ സോ b equal to 1. ബിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 1 എന്ന്. അപ്പോൾ a equal to b equal to എന്ത് തന്നെയാണ്, 1. a equal to 1 and b equal to 1. ഓക്കെ, അടുത്തത് കാൽക്കുലേറ്റ് എ ആണ്. ഇപ്പം നമുക്ക് ബിയും സിയും എന്തെന്ന് കിട്ടി, ബി ഈക്വൽ ടു 1 എന്ന് കിട്ടി, സി ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി എ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ക്ലൂ അവരോട് തന്നിട്ടുണ്ട്, P of -1 ഈക്വൽ ടു Q of -1. അപ്പോൾ ഇതിൽ രണ്ടിലും -1 ഇട്ട് കൊടുത്താൽ ഈ രണ്ട് ഇക്വേഷൻ എന്താണ്, സെയിം ആണ്. അതായത് ax square പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു ax പ്ലസ് ബി എന്ന് കൊടുക്കാം. എപ്പോൾ P of -1, എക്സിന് -1 കൊടുക്കുമ്പോൾ അപ്പോൾ a × -1 സ്ക്വയർ പ്ലസ് b × -1 പ്ലസ് സി ഇസ് ഈക്വൽ ടു a × -1 പ്ലസ് ബി. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ -1ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 1 തന്നെ വരും. 1 × a വരും. b × -1 മൈനസ് b പ്ലസ് സി ഈക്വൽ ടു a × -1 മൈനസ് a പ്ലസ് ബി എന്ന് വരും. ഇവിടെ ബിയുടെ സിയുടെ വാല്യൂ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി എന്ന് പറയുന്നത് a - 1 പ്ലസ് 1 ഇസ് ഈക്വൽ ടു -a പ്ലസ് ബിയുടെ വാല്യൂ
1 ആണ്. അപ്പോൾ ഇവിടെ -1ഉം +1ഉം ക്യാൻസലായിപ്പോവും. ഇവിടെ -1ഉം +1ഉം ക്യാൻസൽ. a ഈക്വൽ ടു -a + 1. -a ഇങ്ങോട്ട് വരുമ്പോൾ -a ഇങ്ങോട്ട് വരുമ്പോൾ +a ആവും. a + a 2a ഈക്വൽ ടു 1. സോ a ഈക്വൽ ടു എന്ത് വരും? 1/2. അപ്പോൾ എല്ലാ വാല്യൂസും നമുക്ക് കിട്ടി. അടുത്തത് ഓപ്ഷൻ സി, റൈറ്റ് ദ പോളിനോമിയൽ p of x ആൻഡ് q of x. വാല്യൂസ് എല്ലാം കൊടുക്കുക. p of xൽ എന്ത് ചെയ്യുക? a കിട്ടിയ വാല്യൂ 1/2 x² പ്ലസ് ബിയുടെ വാല്യൂ 1 × x, x തന്നെ പ്ലസ് സിയുടെ വാല്യൂ 1. ഇതാണ് p of x എന്ന് പറയുന്ന ഇക്വേഷൻ. അടുത്ത q of x എഴുതുന്നത് എങ്ങനെയാണ്? q of x ഈക്വൽ ടു എയുടെ വാല്യൂ 1/2 x + 1. ഇതാണ് q of xൻ്റെ വാല്യൂ. ഇത്രേ ഉള്ളൂ. ലാസ്റ്റ് ചാപ്റ്ററിലെ ഭാഗമാണ്. റേഡിയസ് ഓഫ് ദ സർക്കുലർ ഡിസ്ക് ഈസ് ഷോൺ 10 cm. ഇതിന് ഈ സർക്കുലർ ഡിസ്കിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 10 cm ആണ്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 8 ഈക്വൽ സെക്ടർ. 8 ഭാഗങ്ങളായിട്ട് ഇതിനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ സെൻറ്റർ കൂട്ടി കട്ട് ചെയ്യുന്നതിനാണ് കേട്ടോ സെക്ടർ എന്ന് പറയുന്നതാണ് സെക്ടർ. ഇങ്ങനെയുള്ള 8 സെക്ടേഴ്സ് ആക്കി ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഓപ്ഷൻ എ ചോദ്യം ഇതാണ്. വാട്ട് ഈസ് എ സെൻട്രൽ ആംഗിൾ ഓഫ് ഈച്ച് സെക്ടർ? ഓരോ സെക്ടറിൻ്റെയും സെൻറ്റർ എത്ര പാർട്ടായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്? അപ്പം 360നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആൻസർ ഈസ് 45 ഡിഗ്രി. ഓരോ സെൻട്രൽ ആംഗിളും എത്രയാണ്? 45 ഡിഗ്രി. ഇനി ഓപ്ഷൻ ബി എന്താണെന്ന് പറയുക. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് വൺ സെക്ടർ? സെക്ടറിൻ്റെ ഏരിയ ഓഫ് സെക്ടർ ഇസ് ഈക്വൽ ടു എന്താണ്? x/360 ഇൻറ്റു πr². വേർ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ സെൻട്രൽ ആംഗിളാണ് എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 45/360 ഇൻറ്റു π ഇൻറ്റു r². r എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? r എന്ന് പറയുന്നത് 10 പറഞ്ഞിട്ടുണ്ട്. 10². അപ്പോൾ ഇത് കട്ട് ചെയ്ത് നമുക്കറിയാം 8 അറിയാം അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/8 ഇൻറ്റു π ഇൻറ്റു 10². ദാറ്റ് ഈസ് 100 അല്ലേ? 100/8. 100/8 എത്ര വരും? 100/8 π. വേണമെങ്കിൽ കട്ട് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ 100/8 π എന്ന് എഴുതിയാലും മതി. അല്ലെങ്കിൽ 12.5 π cm² എന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. 100/π cm² എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ദെൻ അടുത്തത് ഈ ഓരോ സെക്ടറിൻ്റെ 8 സെക്ടേഴ്സ് ആണല്ലോ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഷെയ്ഡഡ് പോർഷൻ്റെ ഓരോന്നിൻ്റെയും ഇവിടെ 4 ഷെയ്ഡഡ് പാർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ടീച്ചർ അത് ഷെയ്ഡ് ചെയ്തിരുന്നില്ല. ഈ ഓരോ ഷെയ്ഡഡ് ആയിട്ടുള്ള ഈ സെക്ടറിൻ്റെയും ഏരിയ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സെക്ടറിൻ്റെ നമുക്ക് കിട്ടിയല്ലോ. എത്രയാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്? 12.5 ആണല്ലോ. അത് ഇൻറ്റു 4 ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 cm² ആണ് ആ ഷെയ്ഡഡ് പോർഷൻ്റെ മാത്രം ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ടീച്ചറുടെ ഇടയ്ക്കത്തെ ഒരു ചാപ്റ്റർ മിസ്സാക്കിപ്പോയി. അതിലൊരു ക്വസ്റ്റ്യൻ പറയാം. 2 സർക്കിൾസ് ഹാവിങ് ദ സെൻറ്റർ ഓൺ ദ സെയിം നമ്പർ ലൈൻ പാസിങ് ത്രൂ -1. 2 സർക്കിൾസ് ഉണ്ട്. ഇത് നമ്പർ ലൈനാണ്. ഈ നമ്പർ ലൈനിൽ പാസിങ് ത്രൂ ആ സർക്കിളിൻ്റെ സെൻറ്റർ -1 കൂടിയാണ് പാസ് ചെയ്ത് പോകുന്നത്. ഇത് -1. അടുത്തത് അതേ സെയിം ത്രൂ ദ -1. ദെൻ ദ സ്മോൾ സർക്കിൾ പാസസ് ത്രൂ 1 ഓൾസോ. അപ്പോൾ 1 കൂടിയാണ് കടന്നു പോകുന്നത്. മറ്റതിൻ്റെയും സെൻറ്റർ ഇതിൽ കൂടെയാണ് കടന്നു പോകുന്നത്. സോറി മാറിപ്പോയി, ഒരു മിനിറ്റ്. നമ്പർ ലൈനിൽ ടീച്ചർ ഈ ചിത്രം ഒന്ന് വരയ്ക്കാൻ പാടുപെട്ടു കേട്ടോ, കോമ്പസ് ഇല്ലാതെ വരച്ചെടുക്കാൻ. അപ്പോൾ ഇതാണ് 2 സർക്കിൾസാണ്. 2 സർക്കിൾസിൻ്റെ സെൻറ്റേഴ്സ് കടന്നു പോകുന്ന ഈ നമ്പർ ലൈനിൽ കൂടിയാണ്. പിന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, സ്മോളർ സർക്കിളിൻ്റെ ഒരു പോയിന്റ് -1 മറ്റേ പോയിന്റ് 1 ആണ്. അങ്ങനെ വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സ്മോളർ സർക്കിൾ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഡയമീറ്റർ അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള മാർഗം 1 - -1 അതിൻ്റെ മോഡുലസ് കേവല എടുത്താൽ മതിയല്ലോ. 2 മൈനസ് അടുത്ത് വരുമ്പോൾ എന്താ സംഭവിക്കുക? ഈ മൈനസ് മറിഞ്ഞ് ഇങ്ങോട്ട് വീഴും കേട്ടോ. ദാറ്റ് ഈസ് 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അല്ലെ? 2ൻ്റെ കേവല വലിയ എത്രയാണ്? 2 cm ആണ് എന്ത്? ഡയമീറ്റർ ഓഫ് ദ സ്മോളർ സർക്കിൾ. അടുത്ത ഡയമീറ്റർ ഓഫ് ദ ലാർജർ സർക്കിൾ ചോദിച്ചാലോ നമ്മൾ എന്ത് ചെയ്യണം? ഡയമീറ്റർ ഓപ്ഷൻ ബി, ഡയമീറ്റർ ഓഫ് ദ ലാർജർ സർക്കിളാണ് എന്ത് ചെയ്യണം? 3 - -1. സോ ആൻസർ ഈസ് 3 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 cm ആണ്. ഓക്കെ. പിന്നെ 1-2 ചെറിയ കോൺസെപ്റ്റോടെ പറഞ്ഞ് ടീച്ചർ ക്ലാസ് നിർത്താം. x + -y, ഒരു പ്ലസ് നമ്പറും ഒരു മൈനസ് നമ്പറും മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് വലിയ നമ്പറും ചെറിയ നമ്പറും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നറിയോ?
എക്സ് പ്ലസ് മൈനസ് വൈ, വലിയ നമ്പർ ചെറിയ നമ്പർ ഒന്നും വേണ്ട, എക്സ് പ്ലസ് മൈനസ് വൈ ആണെങ്കിൽ ഇത് എക്സ് മൈനസ് വൈ ആണ്. ഓക്കെ, ഇനി അടുത്തത് എക്സ് മൈനസ് വൈ ആണെങ്കിൽ ഈ മൈനസ് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് വന്ന് വീഴും. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ എന്ന് വരും ആൻസർ. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് എക്സ് ഈക്വൽ ടു -1 എന്നും വൈ ഈക്വൽ ടു, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എക്സിന് -1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈ ഈക്വൽ ടു എന്ത് എന്ന് ചോദിച്ചാൽ വൈ ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ ആയ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, -1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു -1. അത് ശ്രദ്ധിച്ചോ, -1 ഇൻറ്റു മൈനസ്, രണ്ട് മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. ദാറ്റ് ഈസ് +1 ആണ് ആൻസർ. പിന്നെ അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ, വൈ ഈക്വൽ ടു ഒരു x² + 3x + 12 എക്സിൻ്റെ വാല്യൂ -1, ഇതേ എക്സിൻ്റെ വാല്യൂ -1 കൊടുത്താൽ എന്ത് ചെയ്യണം, -1 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു -1 + 12 ആണ്. ശ്രദ്ധിച്ചോ, -1 സ്ക്വയർ എന്ന് വെച്ചാൽ 1 ആണ്, 3 ഇൻറ്റു -1 ഒരു പ്ലസ് ഇൻറ്റു മൈനസ് വന്നാൽ, പ്ലസ് ഇൻറ്റു മൈനസ് വന്നാൽ എന്ത് ചെയ്യുന്ന ആൻസർ ഈസ് മൈനസ് ആണ്. സോ എന്ത് വരും, ഇത് -3 + 12, ആദ്യം പ്ലസ് തമ്മിൽ ആഡ് ചെയ്യുക, 12 1 13 -3 അതായത് 10. ഓക്കെ, അടുത്ത ചെറിയൊരു കോൺസെപ്റ്റ് -x ഡിവൈഡഡ് ബൈ വൈ. അപ്പോൾ നിങ്ങൾക്ക് മൈനസ് എവിടെ കൊടുക്കണോ എന്നൊരു ഡൗട്ട് വരും, അല്ലെങ്കിൽ x ഡിവൈഡഡ് ബൈ -y എന്നൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചോ. അപ്പം രണ്ട് സൈഡിൽ ഓരോരോ മൈനസ് ആണെങ്കിൽ -(x/y) ആണ് കേട്ടോ. ഇനി രണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൈനസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്തു, അത് -2 കട്ടായിപ്പോയി ജസ്റ്റ് x/y എന്ന് വരും കേട്ടോ. ഇതൊക്കെ ചെറിയ ചെറിയ ഫാക്റ്റുകളാണ്, അതൊക്കെ ഓർത്തിരുന്നോണേ. ഇവിടെ 2 സർക്കിൾസ് കൊടുത്തിട്ടുണ്ട്. ഈ നടുക്കുള്ള തന്നെ സർക്കുലാർ റിങ്. ഈ സർക്കുലാർ റിങ്ങിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം പിള്ളേരെ, ഈ ചെറിയ സർക്കിളിൻ്റെ ഏരിയ കണ്ടെത്തുക πr² വെച്ച്. അപ്പോൾ ഇതൊരു റേഡിയസ് ഒരു 1 സെൻറ്റിമീറ്ററും ഇതിൻ്റെ റേഡിയസ് ഒരു 2 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക വലുതിൻ്റെ. അപ്പോൾ വലിയതിൻ്റെ ഏരിയയിൽ നിന്നും ചെറുതിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി. അതായത് π × 2² നിന്നും π × 1² മൈനസ് ചെയ്താൽ മതി. അതായത് 4πയിൽ നിന്ന് 1π കുറയ്ക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 3π cm² ആയിരിക്കും ഈ സർക്കുലാർ റിങ്ങിൻ്റെ ഏരിയ. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെച്ചിരുന്നോണം കേട്ടോ. അപ്പോൾ എല്ലാ പാഠങ്ങളും ഒന്ന് ഓടി കയറി ഇറങ്ങി പറഞ്ഞിട്ടുണ്ട് ടീച്ചർ. അപ്പോൾ നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുത്ത് 2 ദിവസം അവധി ഉണ്ടല്ലോ, ആ സമയത്തിരുന്ന് പഠിച്ച് ശനി ഞായറും ഇരുന്ന് പഠിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. ഓക്കെ.